Good morning, ma'am. Good morning, ma'am. Exams എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ? കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ തേർഡ് മോഡ്യൂൾ ആയിരുന്നു കേട്ടോ. തേർഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. നല്ല എക്സാം ആയിരുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. തേർഡ് മോഡ്യൂളിലെ മിസ്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. നമുക്ക് തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂളില് ഇച്ചിരി ലെങ്തി ചാപ്റ്റേഴ്സ് ആണ്. എന്നാൽ പോലും നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് തോന്നും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ തോന്നാൻ സാധ്യതയുള്ള, കാരണം നേരത്തെ പറയുന്നത് നിങ്ങൾ പേടിപ്പിക്കാനോ കാര്യങ്ങളോ അല്ല കേട്ടോ. കുറച്ചൊരു നമ്മുടേതായ ഒരു എഫേർട്ട് കൂടി എടുക്കേണ്ട ഒരു ഭാഗമാണ്. നമ്മൾ 1 and 2 ചാപ്റ്റേഴ്സ് മോഡ്യൂളിലെ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? നമുക്ക് ക്ലാസ്സിൽ ഇരുന്ന് തന്നെ ഒരു പരിധി കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലെ? അധികം നമുക്ക് അതിന് എഫേർട്ട് പിന്നെ എടുക്കേണ്ടി വരുന്നുണ്ടോ? ഇല്ല. ഓൾമോസ്റ്റ് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് മിക്ക പോയിന്റുകളും ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആയിരുന്നു. കാരണം ഡിപ്പാർട്ട്മെന്റുകളാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാനൊക്കെ സാധിക്കും. എന്നാൽ തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂൾ വരുമ്പോൾ കുറച്ചും കൂടി അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള കാര്യങ്ങള്, മാനേജ്മെന്റ് ലെവലിലുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലിലുള്ള തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും, ചാപ്റ്റേഴ്സും ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾ ഒന്നും കൂടി ചെയ്യുക. കുറച്ചും കൂടി നമ്മൾ ക്ലാസ്സിലിരിക്കുന്നത് മാത്രമല്ല, അത് കൂടാതെ നമുക്ക് ഒരു ഭാഗം മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി എഫേർട്ട് എടുത്ത് ഒന്നും കൂടി വായിക്കുക. അതൊന്നും കൂടി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്നും കൂടി നോക്കുക. കാരണം നിങ്ങളുടേതായ കുറച്ച് എഫേർട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭാഗം നിങ്ങൾക്ക് എളുപ്പമായിട്ട് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്തെടുക്കാനും എളുപ്പത്തിൽ മനസ്സിലാക്കി പോകാനും സാധിക്കുള്ളൂ കേട്ടോ. അത് നേരത്തെ പറയുന്നത് ഇപ്പൊ നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ക്ലാസ്സുകൾ ഓരോന്നും തുടങ്ങുമ്പോൾ ഓരോ ചില ചാപ്റ്റേഴ്സ് ചിലപ്പോ ഇച്ചിരി ലെങ്തി ചാപ്റ്റേഴ്സ്, കുറച്ച് അധികം ലെങ്തി ചാപ്റ്റേഴ്സുകളൊക്കെ ഉണ്ട്. ഒത്തിരി ചാപ്റ്റേഴ്സ്, വലിയ വലിയ ചാപ്റ്റേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവാക്കാനും പഠിക്കാനും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ആദ്യമേ പറയുന്നത് കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് മിസ് ആദ്യമായിട്ട് എടുക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ചാപ്റ്ററിന്റെ പേരിൽ നിന്ന് തന്നെ അറിയാലോ, നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ എന്താണ്, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടീസ് എന്താണ് മുതലായ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചെറിയ ചാപ്റ്റർ ആണ് എങ്കിൽ പോലും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് എന്താണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ വേർഡ് എന്തിൽ നിന്ന് ഡിറൈവ് ചെയ്തു വന്നു, അതിന്റെ അർത്ഥം എന്താണ്, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടീസ്, കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഇപ്പൊ നോക്കിയേ, administer originated from the Latin word. ഏത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് administer എന്ന് പറയുന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്? ഏത് വേർഡിൽ നിന്ന്? ad plus minister എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് administer എന്ന് പറയുന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ഏത് വേർഡിൽ നിന്നുമാണ് അഡ്മിനിസ്റ്റർ എന്ന് പറയുന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്? ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ആഡ് പ്ലസ് മിനിസ്ട്രയർ എന്ന് പറയുന്ന വേർഡിൽ നിന്നുമാണ്. ഇനി എന്താണ് ഈ വേർഡിന്റെ മീനിങ്? ടു കെയർ ഫോർ ഓർ ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ, ടു മാനേജ് അഫയേഴ്സ്. എന്താ? കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി, ലുക്ക് ആഫ്റ്റർ പീപ്പിൾ എന്താണ്? ആളുകളെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ആളുകളെ പരിപാലിക്കുക എന്ന ഒരു അർത്ഥമാണ് ഇവിടെ വരുന്നത്. ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുക? ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന വേർഡിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാലും ആ വേർഡിൽ നിന്ന് എന്താ മനസ്സിലാവുക? എന്താണ് മനസ്സിലാവുന്നത്? അതെ,
ഓരോ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള ഒരു മാനേജ്മെന്റ് അല്ലെ, ഒരു ഓവറോൾ ആയിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു മാനേജ്മെന്റ് തന്നെയാണ് ശരിക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടത്. എല്ലാ ഭാഗങ്ങളിലും ഇവരുടെ ആ ഒരു അഡ്മിനിസ്ട്രേഷനിൽ ആ ഒരു ഭരണം ചെല്ലേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥവും അത് തന്നെയാണ്, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അല്ലെ. ഒരു സ്ഥാപനം എടുത്താൽ ആ സ്ഥാപനത്തിലെ ഓരോ കാര്യങ്ങളും നന്നായി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ടു കെയർ ഫോർ എന്താ, ആളുകളെ പരിപാലിക്കുക, അല്ലെങ്കിൽ ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ, അല്ലെങ്കിൽ എന്താ, ആളുകളെ ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ ആളുകളെ പരിപാലിച്ച് അല്ലെങ്കിൽ ആളുകളെ ശ്രദ്ധിച്ച് അവരുടെ കാര്യങ്ങൾ അവരെ കൊണ്ട് കൈകാര്യം ചെയ്യിപ്പിക്കുക എന്ന ഒരു അർത്ഥമാണ് ഇവിടെ അഡ്മിനിസ്റ്റർ എന്ന് പറയുന്ന വേർഡിന് വരുന്നത്. ക്ലിയർ ആണോ? അഡ്മിനിസ്റ്റർ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ്ങും ഏത് വേർഡിൽ നിന്നുമാണ് അത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കിയാണോ? മനസ്സിലായോ? അണ്ടർലൈൻ ചെയ്തിട്ടോ? എന്താണത് റിപ്ലൈ ചെയ്യാത്തത്? ക്ലിയർ ആവാത്തത് കൊണ്ടാണോ? ഓക്കെ. അഡ്മിനിസ്ട്രേഷൻ, ഇനി രണ്ട് ഡെഫിനിഷൻ ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഒന്നാമത്തത് ഹെർബർട്ട് എ സൈമൺ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ ആണ്. അപ്പൊ ജസ്റ്റ് ആ വ്യക്തി ആരാണ്, എന്ത് ഡെഫിനിഷൻ ആണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അത് രണ്ടും ഒന്ന് നോക്കിയേക്കണം കേട്ടോ. അപ്പൊ ഹെർബർട്ട് എ സൈമൺ പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ്, അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്സ് cooperating to fulfill common goals. എന്ന് വെച്ചാൽ എന്തായിരിക്കും, എന്താണ് ഒരു അഡ്മിനിസ്ട്രേഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആര് പറഞ്ഞിരിക്കുന്നത്? ഹെർബർട്ട് എ സൈമൺ എന്ന് പറയുന്ന വ്യക്തി അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ ആണ് നമ്മൾ പറയുന്നത്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്സ് കോപ്പറേറ്റിംഗ് ടു ഫുൾഫിൽ കോമൺ ഗോൾസ്. ഒരു പൊതുവായ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി അല്ലെ സഹകരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ പ്രവർത്തനങ്ങളെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എന്തായിരിക്കും? എന്തായിരിക്കാം? ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ ചിന്തിക്കുക, ഒരു ഹോസ്പിറ്റലിന്റെ കോമൺ ഗോൾ അല്ലെങ്കിൽ ഒരു പൊതു ലക്ഷ്യം എന്ന് പറയുന്നത് എന്തുമായിക്കോട്ടെ. ഇപ്പൊ നമുക്കൊരു ലക്ഷ്യം എടുക്കാം. എന്ത് ലക്ഷ്യം എടുക്കാം? ഇപ്പൊ ഒരു സർവീസ് കൊണ്ടുവരും, പുതിയതായിട്ടൊരു സർവീസ് നടപ്പിലാക്കുക എന്നൊരു ലക്ഷ്യമാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് വിചാരിക്കുക. അല്ലെങ്കിലോ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നന്നായി നല്ല ക്വാളിറ്റിയുള്ള കെയറും സേഫ്റ്റിയും ഒക്കെ പേഷ്യൻസിന് ഉറപ്പാക്കുക, അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കുക, ഇതൊക്കെ തന്നെയാണ് അല്ലെ? ആണോ? അല്ലെങ്കിൽ ആ ഹോസ്പിറ്റല് നന്നായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു ലക്ഷ്യവും ഉണ്ടാവാം അല്ലെ? അതൊക്കെ ഒരു പൊതുവായ ലക്ഷ്യമല്ലേ? ഒരു വ്യക്തിക്കുള്ള ഒരു ഗോളാണോ അത്? ആണോ? അല്ല. ആ ഒരു ഗോളിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ആ സ്ഥാപനത്തിലെ എല്ലാവരും ഒരേപോലെ വർക്ക് ചെയ്യണ്ടേ? ആ ഒരു ഗോളിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ വേണം. അപ്പൊ ഇവിടെയും അദ്ദേഹം അത് തന്നെ പറയുന്നത്, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കൊരു പൊതുവായ ലക്ഷ്യമുണ്ട്, ഒരു കോമൺ ഗോൾ ഉണ്ട് അല്ലെ? ആ കോമൺ ഗോള് അല്ലെങ്കിൽ ആ പൊതുവായ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി അതിനുവേണ്ടി സഹകരിക്കുന്ന ആളുകൾ അല്ലെ? അതിനുവേണ്ടി സഹകരിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ? അങ്ങനെ അതിനുവേണ്ടി സഹകരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ പ്രവർത്തനം അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു വ്യക്തി വിചാരിച്ചാൽ ഒരു വ്യക്തിയുടെ കീഴിലാണോ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുക? അല്ല. ആ വ്യക്തിയുടെ കീഴിൽ ഒത്തിരി ആളുകൾ പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു കോമൺ ആയിട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടി ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകള് പ്രവർത്തിച്ചാൽ മാത്രമേ അവിടെ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ അല്ലെ? അങ്ങനെ പ്രവർത്തിക്കുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ആ ഒരു പ്രവർത്തനത്തെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഹെർബർട്ട് എ സൈമന്റെ ഡെഫിനിഷൻ ഓക്കെ ആണോ? നെക്സ്റ്റ് ഡെഫിനിഷൻ പറയുന്നത് ലുതർ ഗർലിക്കിന്റെ ഡെഫിനിഷൻ ആണ് കേട്ടോ. ലുതർ ഗർലിക്ക് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ഗെറ്റിംഗ് തിങ്സ് ഡൺ വിത്ത് ദ ഫുൾഫിൽമെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി ഡിഫൈൻഡ്. അതായത് ഇതിനോടകം നിർവചിച്ചിട്ടുള്ള
ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ മറ്റേ പോയിന്റ് പോലെ തന്നെയാണ് പറയുന്നത്. ഇതിനോടകം നിർവചിച്ചിട്ടുള്ള ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തോടെയാണ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണം തുടങ്ങേണ്ടത്. എന്ന് വെച്ചാൽ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ഡു ഗെറ്റിംഗ് തിങ്സ് done with the fulfillment of objectives already defined. നമ്മൾക്കറിയാം നമ്മൾ എന്ത് ലക്ഷ്യമാണോ മുന്നിൽ കണ്ടിരിക്കുന്നത് ആ ഓരോ ലക്ഷ്യങ്ങളും പൂർത്തീകരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെ? നമ്മൾ ഒത്തിരി ലക്ഷ്യങ്ങൾ ഇപ്പൊ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മൾ ഒത്തിരി ലക്ഷ്യങ്ങൾ വിചാരില്ലേ, ഇന്ന കാര്യം എനിക്ക് അറ്റൻഡ് ചെയ്യണം, ഇന്ന കാര്യം എനിക്ക് നേടിയെടുക്കണം എന്ന് വിചാരിച്ചാറുണ്ടോ? അങ്ങനെ വിചാരിക്കാറുണ്ടോ? നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു ലക്ഷ്യമില്ലേ? വെക്കാറില്ലേ നിങ്ങള് ഇന്ന കാര്യം? ഇപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു, ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സ് നന്നായി പൂർത്തിയാക്കണം, എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്ത് ഞാൻ ഇതിൽ നിന്ന് പാസ് ആവണം, അതിനുശേഷം എനിക്ക് നല്ലൊരു ജോലി കണ്ടെത്തണം, അങ്ങനെയുള്ള ലക്ഷ്യമില്ലേ? ഉണ്ടോ? ആ ലക്ഷ്യങ്ങള് അപ്പൊ എപ്പോഴും നമ്മൾ ഒരു ലക്ഷ്യം നടപ്പിലാക്കുമ്പോൾ എവിടെയുള്ള ആദ്യം വന്നിരിക്കുന്ന ലക്ഷ്യം, അതായത് നമ്മൾ ആദ്യം ചിന്തിച്ചിരിക്കുന്ന കാര്യം മുതലാണോ ചെയ്യേണ്ടത്, അതോ ഇപ്പൊ നമ്മൾ ഏത് ലക്ഷ്യമാണോ വെച്ചിരിക്കുന്നത് അതാണോ ചെയ്യേണ്ടത്? ഏതാ ചെയ്യേണ്ടത്? ഒന്ന് പറയേ, ഏതാ ചെയ്യേണ്ടത്? അപ്പൊ എന്റെ ഒരു മിസ്സിന് ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചേർന്നു. അപ്പൊ ചേർന്ന സമയത്ത് നിങ്ങളുടെ ഒരു ലക്ഷ്യം, ആദ്യത്തെ ലക്ഷ്യം ഇതാണ്, നമ്മൾ ഈ ഒരു കോഴ്സ് നന്നായിട്ട് പാസ് ഔട്ട് ആയി പോവുക, നല്ല മാർക്കോടുകൂടി സ്കോറോടുകൂടി പാസ് ഔട്ട് ആവുക എന്നൊരു ലക്ഷ്യം വെച്ചു. രണ്ടാമത്തെ ലക്ഷ്യം, എനിക്ക് നല്ലൊരു ജോലി ഇതുമായി ബന്ധപ്പെട്ട് കരസ്ഥമാക്കുക എന്നൊരു ലക്ഷ്യം വെച്ചു. അങ്ങനെ പല പല ലക്ഷ്യങ്ങൾ വെച്ചു. ഇപ്പൊ നിലവിലെ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്കൊരു നല്ല ടൂ വീലർ ഇല്ല, ഒരു ടൂ വീലർ വാങ്ങിക്കുക എന്നൊരു ലക്ഷ്യമാണ്. അപ്പൊ അതിൽ നിങ്ങൾ ആദ്യം പൂർത്തീകരിക്കേണ്ട ലക്ഷ്യം എന്താണ്? ഏതാണ്? ആദ്യം വെച്ചതാണോ അതോ അവസാനത്തെ ലക്ഷ്യമാണോ? ആദ്യമുള്ള ലക്ഷ്യമാണ്, അല്ലെ? അതന്നെ എവിടെയും പറയുന്നേ എന്താ, നമ്മളൊരു സ്ഥാപനമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തില് നിലവില് നമ്മൾ ഇതിനോടകം, അതായത് ഇപ്പോഴല്ല, നിലവില് നമ്മൾ ഇതിനോടകം ഒത്തിരി ലക്ഷ്യങ്ങൾ നിറവേറ്റേണ്ടതായിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ അതിൽ ആദ്യം അല്ലെ, ആദ്യം വരുന്ന ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തോടു കൂടിയാണ് ആ ഭരണം അവിടെ നടത്തിക്കൊണ്ടുപോകേണ്ടതെന്ന് മനസ്സിലായോ? അപ്പൊ ഒരു ലക്ഷ്യം നമ്മൾ വെച്ചാൽ അപ്പൊ ആ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെക്കാതെ അവസാനത്തെ ലക്ഷ്യം ആദ്യം നമ്മൾ നടപ്പിലാക്കുക എന്നുള്ളതല്ല. ഒരു സ്ഥാപനമാകുമ്പോൾ അവിടെ ഓൾറെഡി നമ്മൾ കുറെ ലക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറെ ഗോൾസ് വെച്ചിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ ഇതിനോടകം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള നിർവചിച്ചിട്ടുള്ള ഓരോ ലക്ഷ്യങ്ങൾ ഇതിനോടകം എന്നത് എടുത്തു പറയുന്നത് കൊണ്ടാണ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള ലക്ഷ്യങ്ങൾ, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലക്ഷ്യങ്ങളുണ്ട്, അതിന്റെ ഓരോന്നിന്റെയും പൂർത്തീകരണത്തോടു കൂടി ആയിരിക്കണം അവിടെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണം നടത്തേണ്ടത്. മനസ്സിലായോ? ലൂതർ ഗള്ളിക്കിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, അതിന്റെ ഡെഫിനിഷനും ക്ലിയർ ആയെന്ന് വിചാരിക്കും. Next, hospital administration is the governance of the hospital as a business. ഇനി എന്താണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ? ബിസിനസ് എന്ന നിലയിൽ ശരിക്കും എന്ത് തന്നെയാണ്? ആ ഹോസ്പിറ്റലിന്റെ ഗവേണൻസ് അല്ലെങ്കിൽ ഭരണം തന്നെയാണ്, അല്ലെ? ആണോ? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനം എന്ന നിലയിൽ, ഒരു ബിസിനസ് എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിന്റെ ആ ഒരു ആശുപത്രിയുടെ ഭരണമാണ്. Administration is made up of many healthcare managers and executives who handle individual departments. ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിയെ മാത്രമേ കേന്ദ്രീകരിക്കുന്നതല്ല, അല്ലെ? ആ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലിന് കീഴിൽ ഒത്തിരി ഹെൽത്ത് കെയർ മാനേജേഴ്സ് വരുന്നുണ്ട്, ആ എക്സിക്യൂട്ടീവ്സ്, അതായത് പല ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റുകള് കൈകാര്യം ചെയ്യുന്ന ഹെൽത്ത് കെയർ മാനേജേഴ്സും എക്സിക്യൂട്ടീവുകളും അടങ്ങുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ. They are in charge of all the administrative and management functions of the respective departments. ഇവർക്ക് എന്താണ് അതിനുള്ള ചാർജ് അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തം എന്താ? അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജ്മെന്റ് ഫങ്ഷൻസ്, ഈ അതാത് ഡിപ്പാർട്ട്മെന്റുകളുടെ അഡ്മിനിസ്ട്രേഷൻ ഭരണപരമായിട്ട്
മാനേജ്മെന്റ് പരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും ചാർജ് ഈ പറയുന്ന ഓരോ വ്യക്തിക്കുമാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന അതിന് കീഴിൽ ഒരു വ്യക്തി മാത്രമല്ല വരുന്നത്, ഒത്തിരി അതായത് ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റുകളെ കൈകാര്യം ചെയ്യുന്ന ഹെൽത്ത് കെയർ മാനേജേഴ്സും അവരുടെ കീഴിലുള്ള എക്സിക്യൂട്ടീവ്സും ഇതിൽ ഭാഗമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരുടെയും ഡ്യൂട്ടി എന്താണ്, ആ അതാത് ഡിപ്പാർട്ട്മെന്റുകളുടെ ഭരണപരമായ കാര്യങ്ങൾ മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ മാനേജ്മെന്റ് ഓഫ് ഫങ്ഷൻസ് പ്രവർത്തനങ്ങളെ കൃത്യമായി മാനേജ് ചെയ്യുക മുതലായ കാര്യങ്ങള് ഇവരുടെ കീഴിൽ വരുന്ന ചാർജ് അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ റിസർച്ച് നോക്കിയേട്ടാ. വായിച്ചു കഴിഞ്ഞ് ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അത്രയും ഭാഗം ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാലോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് the duties of the administrator differ with the size and complexity of the hospital. അപ്പൊ ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ ചുമതല എന്ന് പറയുന്നത് എല്ലാ ഹോസ്പിറ്റൽസിലും ഒരുപോലെ ആയിരിക്കും? എല്ലാ ഹോസ്പിറ്റലിലും ഒരുപോലെ ആയിരിക്കും? അല്ല, വ്യത്യസ്തമായിരിക്കും. അത് എന്തിന്റെ ബേസിസിലാണ്? ആ ഹോസ്പിറ്റലിന്റെ വലിപ്പത്തിന്റെ അനുസരിച്ച്, അതുപോലെ കോംപ്ലക്സിറ്റി, എത്രത്തോളം സങ്കീർണമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് അത് എന്നതിന്റെ അടിസ്ഥാനം, ആ ഹോസ്പിറ്റലിന്റെ സൈസ്, വലിപ്പം, അവിടുത്തെ കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ സങ്കീർണത മുതലായ കാര്യങ്ങൾക്കനുസരിച്ച് ഓരോ ഹോസ്പിറ്റലിലെയും അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ചുമതലകളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. Administrators are contact between hospital boards, other administrators and medical staff. ഇനി ഒരു അഡ്മിനിസ്ട്രേറ്റർ ആരൊക്കെ തമ്മിൽ നല്ലൊരു കോണ്ടാക്ട് അല്ലെങ്കിൽ സമ്പർക്കം ഉണ്ടാക്കി വെക്കണം? ഹോസ്പിറ്റൽ ബോർഡ് തമ്മിൽ. ഹോസ്പിറ്റലിൽ ഒരു ബോർഡ് ഉണ്ടാവും അല്ലെ? ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങള് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അടങ്ങിയ ഒരു ഹോസ്പിറ്റൽ ബോർഡ് ഉണ്ടാവും. ആ ഹോസ്പിറ്റൽ ബോർഡ് മെമ്പേഴ്സുമായിട്ട് അല്ലെങ്കിൽ മറ്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അപ്പൊ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കില്ല, ഒന്ന് രണ്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അപ്പൊ സ്ഥാപനങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള നമ്പേഴ്സ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ മറ്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ സ്റ്റാഫുകളും ഒക്കെ ആയിട്ട് നല്ലൊരു കോണ്ടാക്ട് ആർക്കുണ്ടായിരിക്കണം എന്നാ പറയുന്നത്? ഒരു അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടായിരിക്കണം. They organize hospital activities and prepare its overall policies. ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങള് കൃത്യമായി ഓർഗനൈസ് ചെയ്യണം. and prepare its overall policy. മൊത്തത്തിലുള്ള പോളിസികളും തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. Then some administrators are in charge of hiring doctors and other staff, carrying out employee evaluations and directing staff meeting. ഇനി ചില അഡ്മിനിസ്ട്രേറ്റേഴ്സിന് കിട്ടുന്ന ഡ്യൂട്ടിയാണ് എന്താണ്? ചാർജ് ഓഫ് ഹയറിംഗ് ഡോക്ടേഴ്സ്, ഡോക്ടേഴ്സിനെ നിയമിക്കുക. ആ മറ്റ് സ്റ്റാഫുകളെ, അപ്പൊ ചിലപ്പോ ചില ഡിപ്പാർട്ട്മെന്റുകളിലെ ഡോക്ടേഴ്സ് പോയിട്ട് ചിലപ്പോൾ വേക്കൻസി കാര്യങ്ങളോ വന്നിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെ വേക്കൻസി ഒക്കെ വന്നാല് ചില അഡ്മിനിസ്ട്രേറ്റേഴ്സിന് അതിനുള്ളൊരു ചുമതലയും കൂടി കിട്ടും. ആ ഡോക്ടേഴ്സിനെ കൃത്യമായ നല്ല ഡോക്ടേഴ്സിനെ തന്നെ സെലക്ട് ചെയ്ത് അവരെ നിയമിക്കുക. അതുപോലെ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാഫുകളുടെ വേക്കൻസി വന്നാല് അവിടെയും അനുയോജ്യരായിട്ടുള്ള സ്റ്റാഫുകളെ നിയമിക്കുക. അതുപോലെ തന്നെ ഓരോ എംപ്ലോയീസ്, അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ
എംപ്ലോയീസിന്റെയും ഇവാലുവേഷൻ വിലയിരുത്തൽ നടത്താനായിട്ടുള്ള ഡ്യൂട്ടീസ് കിട്ടും. ആൻഡ് ഡയറക്ടിംഗ് സ്റ്റാഫ് മീറ്റിംഗിന് വേണ്ടി ഓരോരുത്തരെയും വിളിക്കുക. അപ്പൊ ഇതെല്ലാം ആരുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്? ചില അഡ്മിനിസ്ട്രേറ്റേഴ്സിന് കിട്ടുന്ന ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ചാർജുകളാണ്. Then next, they may also be accountable for the hospital's public relation and fundraising program. Hospital public relation, നല്ലൊരു public relation നിലനിർത്തുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ ഉത്തരവാദിത്വം ഇവർക്കുണ്ടായിരിക്കും. അതോടൊപ്പം ഫണ്ട് റൈസിംഗ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ധനസമാഹരണ പരിപാടികളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചുമതലകൾ ഈ പറയുന്നത് അഡ്മിനിസ്ട്രേറ്ററിനാണ് ഉണ്ടായിരിക്കേണ്ടത്. Then, since administrators develop programs for teaching and research hospital, they have to keep up with the latest advances in medicine. എന്താ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ടീച്ചിങ് ആൻഡ് റിസർച്ചുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് മുതൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് മെഡിസിൻസ് മുതലായവയൊക്കെ ആ ഒരു മെഡിസിനൽ ഫീൽഡിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക. ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസ് ആണ് നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. ആ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഓരോ ഹോസ്പിറ്റലിന്റെയും സൈസും കോംപ്ലക്സിറ്റിയും അനുസരിച്ച് വ്യത്യാസപ്പെടാം. മനസ്സിലായോ? അത് ആ ഒരു സെന്റൻസ് ക്ലിയർ അല്ലേ? രണ്ടാമത്തത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എപ്പോഴും അവിടുത്തെ ആ ഹോസ്പിറ്റൽ ബോർഡ് അംഗങ്ങളുമായിട്ട് മറ്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സുമായിട്ട് അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ടും നല്ലൊരു കോണ്ടാക്ട് പുലർത്തേണ്ടതായിട്ടുണ്ട്. ഇനി ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ചില റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ പറയുന്നത്. ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഓർഗനൈസ് ചെയ്യുക, അവിടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പോളിസികൾ മൊത്തത്തിലുള്ള പോളിസികൾ പ്രിപ്പയർ ചെയ്യുകയും രൂപീകരിക്കുകയും ചെയ്യുക. ഈ ചില അഡ്മിനിസ്ട്രേറ്റേഴ്സിന് കിട്ടുന്ന ഡ്യൂട്ടീസ്, എല്ലാ അഡ്മിനിസ്ട്രേറ്റേഴ്സിനും ഈ ഡ്യൂട്ടീസ് കിട്ടണമെന്നില്ല കേട്ടോ. ചില അഡ്മിനിസ്ട്രേറ്റേഴ്സിന് കിട്ടുന്ന ചാർജ് ആണ് ആവശ്യമായി വന്നാൽ ഡോക്ടേഴ്സിനെയും സ്റ്റാഫുകളെയും നിയമിക്കുക. ദെൻ അവിടെയുള്ള എംപ്ലോയീസിനെയൊക്കെ കൃത്യമായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ടോ കാര്യങ്ങളൊക്കെ വിലയിരുത്തൽ നടത്തുക. അതോടൊപ്പം തന്നെ സ്റ്റാഫ് മീറ്റിങ്ങുകൾക്ക് വേണ്ടി എന്ത് ചെയ്യുക, വിളിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുക. ഇതെല്ലാം ചില അഡ്മിനിസ്ട്രേറ്റേഴ്സിന് കിട്ടുന്ന ചാർജുകളാണ്. അതല്ലാതെ കൂടാതെ മറ്റൊരു ഉത്തരവാദിത്തമാണ് ഹോസ്പിറ്റൽ നല്ലൊരു പബ്ലിക് റിലേഷൻ നിലനിർത്തുക, അതുപോലെ ഫണ്ട് റൈസിംഗ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ധനസമാഹരണ പരിപാടികൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുക. അതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ടീച്ചിങ് ആൻഡ് റിസർച്ച്, ഹോസ്പിറ്റലിലെ ടീച്ചിങ് ആൻഡ് റിസർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മെഡിസിനൽ ഫീൽഡില് നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ് ടെക്നോളജീസ് കൊണ്ടുവരാനും ആര് റെസ്പോൺസിബിൾ ആണ്? ഒരു അഡ്മിനിസ്ട്രേറ്റർ റെസ്പോൺസിബിൾ ആണ്. ഒന്ന് വായിച്ചു നോക്കിയ പാരഗ്രാഫ്. ഓക്കെ, കഴിഞ്ഞോ? കഴിഞ്ഞപ്പോ ഒന്ന് റിപ്ലൈ ചെയ്തേ. കഴിഞ്ഞവര് ഓക്കെ, അത്രയും ക്ലിയർ ആണോ? ആ ഒരു പാരഗ്രാഫ് ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണേ. നെക്സ്റ്റ് വൺ
ലാർജ് ഹോസ്പിറ്റൽസ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി കാര്യങ്ങൾ കുറച്ചൊന്ന് ജനറൽ ആയിട്ട് പറഞ്ഞു അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ദ ലാർജ് ഹോസ്പിറ്റൽസ് മെയിൻറ്റെയിൻ സെവറൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് and assistant administrators managing different departments when one administrator is in charge overall. അതായത് വലിയ ഹോസ്പിറ്റൽ ആണ് വിചാരിക്കുക. അപ്പൊ വലിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കില്ല ഉണ്ടായിരിക്കുക. സെവറൽ അഡ്മിനിസ്ട്രേറ്റർ, നിരവധി അഡ്മിനിസ്ട്രേറ്റേഴ്സും അവരുടെ കീഴില് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉണ്ടാകും. മാനേജിങ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പൊ ഒരു വലിയ ഹോസ്പിറ്റൽസ് ആകുമ്പോൾ വലിയ ഡിപ്പാർട്ട്മെന്റുകളിൽ ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും മാനേജ് ചെയ്യണമെങ്കിൽ ഒരു വ്യക്തിക്കായിട്ട് അത് സാധിക്കുമോ? ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ സെവറൽ അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉണ്ടാവും, അവരുടെ കീഴില് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉണ്ടായിരിക്കും. അതിൽ ഒരാൾക്ക് ഓവറോൾ ആയിട്ടുള്ള ചാർജ് കൊടുക്കും. മനസ്സിലായോ? ഒരു വലിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി പല അഡ്മിനിസ്ട്രേറ്റേഴ്സും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉണ്ടാവും. അവരിൽ ഒരാൾക്ക് ഓവറോൾ ചാർജ് നൽകും. ഓക്കെ അല്ലേ? സ്മോൾ ഹോസ്പിറ്റല്, ചെറിയ ഹോസ്പിറ്റലുകളാവുമ്പോൾ one administrator may be in charge of a number of departments or even of the entire hospital. എന്താ ഇവിടെ പറയുന്നേ? ഇവിടെ ഒരു വലിയ ഹോസ്പിറ്റൽ ആകുമ്പോഴുള്ള കേസ് നമ്മൾ പറയാം. ചെറിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ അവിടെ പല ഡിപ്പാർട്ട്മെന്റുകളെയും മാനേജ് ചെയ്യാനുള്ള ഒരു ചാർജ് അല്ലെങ്കിൽ അധികാരം ചിലപ്പോ ഒരു അഡ്മിനിസ്ട്രേറ്ററിനായിരിക്കും. കാരണം എന്താ? ചെറിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ഡിപ്പാർട്ട്മെന്റ്സ് അവിടെ ഉണ്ടാവുള്ളൂ, അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകളുടെ ആവശ്യം വരുന്നുണ്ടോ? ഒത്തിരി ആളുകളുടെ ആവശ്യം വരുമോ? ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്താണ്, ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകളെ ചിലപ്പോ ഒരു അഡ്മിനിസ്ട്രേറ്റർ തന്നെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരാം. ഓർ ഇവൻ ദ എൻറ്റയർ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിനെ മൊത്തത്തില് ചിലപ്പോ ഒരാള് മാനേജ് ചെയ്യുന്നതായിട്ട് വരാം. In this case, for example, the administrator may assess the budget for these departments and give final approval to hiring recommendation. ഇനി ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് the administration may assess the budget for the department. ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റുകൾ തയ്യാറാക്കുമ്പോൾ അത് വിലയിരുത്തൽ നടത്തുക. And give final approval, അന്തിമ അനുമതി to hiring recommendations. എന്താണ്? ശുപാർശകള് നിർമ്മിക്കുകയും ശുപാർശകൾ നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയുള്ള ഫൈനൽ അപ്രൂവലും ചെയ്യേണ്ടത് ചിലപ്പോ ഒരു വ്യക്തി തന്നെയായിരിക്കും. അതായത് ഇപ്പൊ ഒത്തിരി ഒരു മെയിൻ ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അവരുടെ അപ്രൂവലോട് കൂടി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബഡ്ജറ്റ് ഇതാക്കാൻ പറ്റുള്ളൂ, പാസ്സാക്കാൻ പറ്റുള്ളൂ അല്ലെ. അതേസമയം ഇവിടെ ഒരു വ്യക്തിയാണ് എല്ലാം ചെയ്യുന്നതെങ്കിലോ, ഒരു വ്യക്തിയാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി എളുപ്പമല്ലേ? എളുപ്പമാണോ? ബഡ്ജറ്റ് തയ്യാറാക്കുന്നു. ഒരു ഡിപ്പാർട്ട്മെന്റിന് ഇന്ന സാധനങ്ങൾ വേണം, ഇന്ന രീതിയിലുള്ള ബഡ്ജറ്റാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് എന്ന് പറഞ്ഞ് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നു. അതിനനുസരിച്ച് വിലയിരുത്തൽ നടത്തുന്നു. അതിനുശേഷം ഫൈനൽ അപ്രൂവൽ അല്ലെങ്കിൽ അന്തിമ അനുമതിയും അവര് തന്നെ വേണ്ടപ്പെട്ട ശുപാർശകളും കാര്യങ്ങളും ഒക്കെ അതിൽ തരുകയാണെങ്കിൽ അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്? ഒറ്റ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കുറച്ച് ഡിപ്പാർട്ട്മെന്റുകൾ മാത്രം ഒരു വ്യക്തി കൈകാര്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഹോസ്പിറ്റൽ വളരെ ചെറുതാണ്, ഒത്തിരി ഡിപ്പാർട്ട്മെന്റ് ഒന്നും ഉണ്ടാവില്ല. കുറച്ച് ഡിപ്പാർട്ട്മെന്റുകളാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റുകളെ മൊത്തത്തില് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ മൊത്തത്തില് കൈകാര്യം ചെയ്യുന്നത് ഒരു വ്യക്തി ആയതുകൊണ്ട് ആ വ്യക്തിയുടെ മാത്രം അംഗീകാരം നമുക്കിവിടെ മതിയാവും. അതേസമയം ലാർജ് ഹോസ്പിറ്റൽസ് ആകുമ്പോഴോ അവിടെ ഒത്തിരി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്. അതിൽ തന്നെ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഓവറോൾ ചാർജ് ഉള്ള വ്യക്തിയായിരിക്കും. അവരുടെ കൂടി അനുമതി കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു റെക്കമെൻഡേഷൻ ഹയർ ചെയ്ത് വിടാനായിട്ട് സാധിക്കുള്ളൂ. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ആ ഒരു പാരഗ്രാഫ്. എന്താണ് റിസൾട്ട് വന്നോ? റിസൾട്ട് വന്നിട്ടുണ്ടായില്ലേ? ഇപ്പോ എന്താണോ വന്നത്?
എങ്ങനെയുണ്ട് മാർക്കൊക്കെ? സാറ്റിസ്ഫൈഡ് ആണോ? ഓക്കെ, നമുക്കറിയാമല്ലോ നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, എത്രത്തോളം പ്രിപ്പയർ ചെയ്താണ് എക്സാം എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ പ്രിപ്പറേഷൻ അനുസരിച്ചുള്ള നമ്മൾ മാർക്ക് സ്കോർ ആയിട്ടുണ്ടോ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. കാരണം മാർക്ക് നമുക്ക് സ്വയം വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ നമ്മുടെ മെയിൻ എക്സാമുകൾ വരുമ്പോ അതിനനുസരിച്ച് ചില ആളുകൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചില ഭാഗങ്ങളിൽ നമ്മൾ ചില പോയിന്റ്സ് എടുക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ നോക്കാത്തത് കൊണ്ട് മിസ്സായി പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള വരുമ്പോൾ നമ്മൾ ഇതിന്റെ അടുത്ത മെയിൻ എക്സാമിന് ഇപ്പൊ ഒരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടി അല്ലെ. ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നായിരിക്കും, എന്തൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്, ആ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയില്ലേ? ടെൻഷൻ കൊണ്ട് തെറ്റിപ്പോയവരുണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് മാറ്റാനുള്ള ഒരു അവസരമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത് അല്ലെ. കൺഫ്യൂഷൻ ആണ്. അത് എന്തുകൊണ്ടാണ്? റിപ്പീറ്റ് ചെയ്ത് വായിക്കാത്തത് കൊണ്ടാണ് അല്ലെ. റിപ്പീറ്റ് ചെയ്ത് വായിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ നമുക്കങ്ങനെ കൺഫ്യൂഷൻ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ആൻസർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എപ്പോഴും ഇപ്പൊ പോയിന്റ് വൈസ് ആകുമ്പോൾ നമുക്ക് സ്വാഭാവികമാണ് നമുക്കത് കൺഫ്യൂഷൻസ് വരാം. ഒന്നാമത്തെ കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ എക്സാമുകളുടെ ഒരു പ്രത്യേകതയാണ് അല്ലെ. ആണോ? നമുക്ക് സമയം ഒത്തിരി സമയം എടുക്കുന്ന പോലെ തോന്നില്ലേ? ഓരോ ഓപ്ഷൻസ് വായിച്ച് ചെയ്യുമ്പോൾ സമയം പെട്ടെന്ന് പോകുന്ന പോലെ തോന്നാറില്ലേ? അപ്പൊ അതെന്തുകൊണ്ടാണ്? നമ്മുടെ കൃത്യമായിട്ടുള്ള ആൻസർ അറിയാത്തത് കൊണ്ടാണ് അവിടെ കൺഫ്യൂഷൻ വരുന്നത് അല്ലെ. അപ്പൊ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഇപ്പൊ ഇന്നൊരു ഭാഗം വായിച്ച് നമുക്ക് എല്ലാം ഓക്കെയാണ്, എന്നാൽ പോലും അത് അവിടെ വെച്ച് നിർത്തരുത്. അടുത്ത ദിവസം നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് അതൊന്ന് റിവൈസ് ചെയ്തിട്ട് പോകും. അതൊന്ന് റിവൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും വഴക്കില്ല. അത് ആ ഒരു ഭാഗം പിന്നെ ഇപ്പൊ നിങ്ങൾ ഒപ്പത്തിൽ വിളിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് കഴിഞ്ഞു, നമ്മളത് പഠിച്ചു എന്ന് വെച്ചാൽ അവിടെ മാറ്റി വെക്കുകയല്ല. അടുത്ത ദിവസം നമ്മൾ അത് പഠിക്കാൻ, എന്ത് പോർഷനാണ് നമ്മൾ പഠിക്കാൻ എടുക്കുന്നത് അതിന് മുൻപ് ജസ്റ്റ് അതൊന്ന് വായിച്ചു വിടാം. അപ്പൊ നമുക്ക് ആ പോയിട്ടുള്ള, നമ്മൾ മറന്നു പോയിട്ടുള്ള ഭാഗങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്യാം. അങ്ങനെ ഒരാഴ്ച നിങ്ങൾ അത് ചെയ്തു നോക്കിയേ. ആ ഒരാഴ്ച ഒരിക്കലും ഡിസ്റ്റർബ് ആയതുകൊണ്ടോ, അതെന്താണ് മറ്റു സൗണ്ടുകൾ വന്നതുകൊണ്ടെന്നാണോ പറയുന്നത് സഫീറ? മറ്റു സൗണ്ടുകൾ വരുമ്പോ എന്താ നമ്മൾ ചെയ്യാ? ഇപ്പൊ നമ്മുടെ വെച്ച് പറയട്ടെ, ഇപ്പൊ നമുക്കൊരു കാര്യം, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു ഓൺലൈനായിട്ട് ഇപ്പൊ നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ആ ടീച്ചർ പറയുന്ന കാര്യം കേൾക്കണ്ട, എനിക്ക് നോട്ട്സ് മാത്രം വായിച്ചാൽ മതി. അപ്പൊ നമ്മൾ എന്താ ചെയ്യാറ്? നിങ്ങൾ എന്താ ചെയ്യാറ്? എന്തെങ്കിലും ചെയ്യാറുണ്ടോ? സൗണ്ട് കേൾക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഫോണിലെ വോളിയം കുറച്ച് വെക്കും അല്ലെ. നമ്മൾ നമ്മുടെ ഫോണിലെ വോളിയം കുറച്ച് വെക്കുകയാണ് ചെയ്യുക അല്ലെ. അപ്പൊ അതുപോലെ നിങ്ങൾ ചെയ്യണമായിരുന്നു. അപ്പൊ നമുക്ക് ആവശ്യം, കാരണം നമുക്ക് നിർദ്ദേശങ്ങളൊക്കെ ഓൾറെഡി ഇൻസ്ട്രക്ഷൻസ് കിട്ടിക്കഴിഞ്ഞതാണ്. ഇത്ര സമയം വരെ എക്സാം ഉണ്ടെന്നും ആദ്യം തന്നെ പറയാറുണ്ട് ഇല്ലേ? ആ ഇൻസ്ട്രക്ഷൻസ് ആദ്യമേ കിട്ടുന്നില്ലേ? ഉണ്ടോ? എല്ലാവരോടും കൂടിയാ പറയുന്നത് കേട്ടോ. എല്ലാവരോടും കൂടിയാ പറയുന്നത് കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടി, നമുക്കറിയാം ഇന്ന സമയത്തിനുള്ളിൽ നമ്മൾ എക്സാം പൂർത്തീകരിക്കണം. അപ്പൊ ആ സമയം നമുക്കുള്ള സമയമാണ് അല്ലെ. അപ്പൊ അതിന് മുൻപ് ആരും നമ്മളെ നിർബന്ധിക്കില്ല ഒരിക്കലും എക്സാം ഫിൽ ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് തന്നെ. ആ സമയം വരെ പരിധി, നമ്മുടെ ആ ഒരു സമയം പരിധിയുണ്ട്. അതിൽ കൂടുതൽ സമയം ചോദിക്കാൻ പറ്റില്ല. പക്ഷെ ആ സമയം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത്ര സമയം. ഇപ്പൊ 1 മണിക്ക് തുടങ്ങിയ എക്സാം ആണെങ്കിൽ 2 മണിക്ക് തീർക്കണം എന്നാണ് നമ്മുടെ അടുത്ത് ഇൻസ്ട്രക്ഷൻ തന്നിരിക്കുന്നതെങ്കിൽ ആ 2 മണി വരെ നമുക്ക് സമയമുണ്ട് അല്ലേ. 2 മണി വരെ സമയമുണ്ട്. അപ്പൊ 2 മണി വരെ അതിനുള്ളിൽ നമുക്ക് പൂർത്തീകരിച്ചാൽ മതി. അപ്പൊ അതിനുള്ളിൽ മറ്റാരും പറയുന്നത് നമുക്ക് കേൾക്കണ്ട. ഞാൻ എന്റെ എക്സാം നന്നായിട്ട് എഴുതണം മാത്രമേ, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ വോളിയം എന്ത് ചെയ്യുക, കുറച്ച് വെക്കാം. കാരണം ഒരു ഓൺലൈൻ എക്സാം അതിൻ്റെതായ കുറച്ച് പരിമിതികൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാം. നമുക്കും ചെയ്യുന്നതിനൊരു പരിധിയുണ്ട് അല്ലെ. എല്ലാത്തിനും ഓരോ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളും കൂടി ഒന്ന് ചെയ്യാം. ഇനി എക്സാമിൽ ഇപ്പൊ ഈ എക്സാം പോയി ഓക്കെ കഴിഞ്ഞു, ഇനി എക്സാം വരുമ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് മറ്റുള്ളവര് പറയുന്നത് കേൾക്കണ്ട. മറ്റുള്ളവര് ചിലപ്പോ അവർ പറയുന്നതാണ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്യാണ്, അങ്ങനെ വരുന്ന ഡിസ്റ്റർബൻസ് അല്ലേ നിങ്ങൾ പറയുന്നേ? അതല്ലേ നിങ്ങൾ പറയുന്നത്? ആ ഡിസ്റ്റർബൻസ് അല്ലേ പറയുന്നേ? അവർ സബ്മിറ്റ് ചെയ്യുന്നതിന്റെയും ഓക്കെ ആണെന്ന് പറയുന്നതിന്റെയൊക്കെ ഡിസ്റ്റർബൻസ് ആണോ പറയുന്നത്? അതല്ലേ ഉദ്ദേശിച്ചേ? അങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് അല്ലേ വരുന്നത്? ആണോ?
അതെ. അപ്പൊ അങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ സ്വയം നമ്മുടേതായ വോളിയംസ് ഒന്ന് കുറച്ച് വെച്ച് നോക്കാം കേട്ടോ. അടുത്ത എക്സാമിന് എങ്ങനെയുണ്ടായിരുന്നു അപ്പൊ സെമിനക്ക്? അടുത്ത എക്സാം കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് ആയിട്ട് എഴുതാൻ പറ്റിയില്ലേ? പറ്റും. അപ്പൊ അതുപോലെ ഇനിയുള്ള എക്സാമുകൾ അപ്പൊ ഒരാൾ ഇത് പറഞ്ഞത് കൊണ്ട് പറയാണ്. അപ്പൊ ചില ആളുകൾക്ക് അത് അറിയാൻ പറ്റാതെ വരെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രമിക്കണം കേട്ടോ. ഓക്കെ. മാർക്സ് ഒക്കെ നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തുക. നമുക്ക് നമ്മൾ പഠിച്ചത്രയും നമ്മൾ പ്രിപ്പയർ ചെയ്ത അത്രയും മാർക്കുകൾ കിട്ടിയോ, ഇനിയും എനിക്ക് ഇതിൽ ബെറ്റർ ആയിട്ട് വാങ്ങാൻ സാധിക്കുമോ, അതൊക്കെ നമുക്ക് സ്വയം വിലയിരുത്താൻ പറ്റുന്നതാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇനിയും പ്രിപ്പയർ ചെയ്യുക. 1 and 2 മോഡ്യൂളിനേക്കാളും കുറച്ചുകൂടി നിങ്ങളുടെ സ്വന്തം ആയിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കേണ്ടത് 3 and 4th മോഡ്യൂളിലാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ചു വരുന്ന സമയത്ത് എനിക്ക് മിസ് പറയുന്നതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ. എഴുതിക്കാൻ വേണ്ടി പറയുന്നതല്ല, എല്ലാം നമ്മൾ മനസ്സിലാക്കി എടുത്താൽ വളരെ സിമ്പിൾ ആണ്. പക്ഷെ മനസ്സിലാക്കാൻ കുറച്ച് ഒന്ന് നമ്മുടേതായ പരിശ്രമം കൂടി വേണം മാത്രം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ക്ലിയർ ആണോ ഭാഗം പറഞ്ഞത്? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷന്റെ എലമെന്റ്സ് അല്ലെങ്കിൽ ആ പോസ്റ്റ് കോഡ് എന്ന് പറയുന്ന ആ ഒരു വേർഡ്, അതിൽ നിന്ന് ഓരോന്നും പി, പോസ്റ്റ് കോഡ് എന്ന് പറയുന്ന ഒരു വേർഡ്, ആ ഒരു വേർഡിൽ പി എന്തിനെ സൂചിപ്പിക്കുന്നു, ഓ എന്തിനെ സൂചിപ്പിക്കുന്നു, എസ് എന്തിനെ സൂചിപ്പിക്കുന്നു, അങ്ങനെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പൊ അതിൽ ഓരോന്നും നിങ്ങൾ നോട്ട് ചെയ്യണം. അത് ഓരോന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. അതില് പോസ്റ്റ് കോഡ് എന്ന് പറയുന്ന വേർഡിൽ പി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പി ഫോർ പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ആസൂത്രണം അല്ലെ? പ്ലാനിങ് is the process of thinking about the activities needed to gain a desired goal. It is the first and foremost activity to attain desired result. ഇനി എന്താ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ? അതായത് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം, നമ്മൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്, ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ നമ്മുടെ പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ആസൂത്രണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈഡ് ഗോള് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹിച്ച ലക്ഷ്യം, ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി അല്ലെ, ആ ഒരു ആഗ്രഹിച്ച ലക്ഷ്യത്തെ കുറിച്ചുള്ള ആവശ്യമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെ ചെയ്യണം, ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്താൽ നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും, അതിനെ കുറിച്ചുള്ളൊരു തിങ്കിങ് പ്രോസസ് അല്ലെങ്കിൽ ചിന്തിക്കുന്ന പ്രവർത്തനമാണ് അല്ലെങ്കിൽ ചിന്തിക്കുന്ന പ്രക്രിയയാണ് പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലെ. ശരിക്കും ഒരു സർവീസ് നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്ലാനിങ് എന്നോ അല്ല, നമ്മളൊരു സർവീസ് നടപ്പിലാക്കുക എന്നതാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് വിചാരിക്കും. നമ്മൾ ആഗ്രഹിച്ചൊരു ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ ആഗ്രഹിച്ചൊരു ലക്ഷ്യമാണ് ഒരു സർവീസ് നടപ്പിലാക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച ആ ഒരു ലക്ഷ്യം, അതിനു വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണം എന്ന കാര്യങ്ങളെ കുറിച്ചുള്ളൊരു തിങ്കിങ് പ്രോസസ് അല്ലെങ്കിൽ ഒരു ചിന്തിക്കുന്ന പ്രക്രിയയാണ് പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണം എന്ന് പറയുന്നത്. ആണോ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇപ്പൊ നമ്മൾ ടൂറൊക്കെ പോവാറില്ലേ? നിങ്ങള് ടൂർ പോവാറില്ലേ? പോയിട്ടുണ്ടോ? ഇപ്പൊ ടൂറൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യും? ഒരു ലക്ഷ്യം വെക്കും, ഇന്ന സ്ഥലത്ത് പോവാ എന്ന ലക്ഷ്യം വെക്കും അല്ലെ. ഒരു സ്ഥലം ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യും, എന്ന സ്ഥലത്ത് പോവാം. ആ ഒരു സ്ഥലം നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി നമ്മൾ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? ആ സ്ഥലം വഴി പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ടൂർ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട് ഇല്ലേ? ആ ഒരു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിനുള്ളിൽ ആ ഒരു ദിവസം വരെയും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതെ, എവിടെ പോകണം, അതുപോലെ തന്നെ ഏത് വാഹനത്തിൽ പോകണം, എത്ര പേരിലുള്ള സീറ്റുള്ള വാഹനം ബുക്ക് ചെയ്യണം, ആരൊക്കെ വരുന്നുണ്ട്, അതിനനുസരിച്ച് അവർക്ക് ഏതൊക്കെ സീറ്റുകൾ കൊടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മൾ ശരിക്കും ചിന്തിക്കുന്ന പ്രക്രിയയല്ലേ അല്ലെ? സിമ്പിൾ ആയിട്ട് പറഞ്ഞു നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി മിസ് പറയുന്നതാണ് കേട്ടോ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു ചിന്തിക്കുന്ന പ്രക്രിയയാണ് പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ എന്താണ് പ്ലാനിങ് എന്നുള്ളത്?
ആഗ്രഹിച്ച റിസൾട്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ച ലക്ഷ്യം, ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണമോ അതിനെക്കുറിച്ചുള്ള ഒരു ചിന്തിക്കുന്ന പ്രക്രിയയാണ് പ്ലാനിങ് എന്ന് പറയുക. And it is the first and foremost activity yours to attain this result. ആ ആഗ്രഹിച്ച ഫലം അല്ലെങ്കിൽ ആ ലക്ഷ്യം നേടാൻ വേണ്ടി ആദ്യവും അതുപോലെ ഏറ്റവും പ്രധാനവുമായി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയല്ലേ അത്? അല്ലെ? നമ്മൾ ആദ്യമായി ഇപ്പൊ ഒരു സ്ഥലം നമ്മൾ ഇന്ന സ്ഥലത്ത് ടൂറ് പോവാം എന്ന് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ എന്ന് നമ്മൾ ആരെങ്കിലും നമ്മളോട് പറയുമ്പോൾ മുതല് നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വരും അല്ലെ? വരാറുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളോട് ഒരാൾ പറയാണ് നമുക്ക് ഇന്ന ദിവസം ഒരു ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടാ, ഇന്ന ദിവസം നമുക്ക് ടൂർ പോവാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ചിന്ത വരും? ആദ്യമായിട്ട് വരുന്ന പ്രവൃത്തിയല്ലേ ചിന്തിക്കുക എന്ന് പറയുന്നത്, തിങ്ക് ചെയ്യുക, ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് തിങ്ക് ചെയ്യുക എന്ന് പറയുന്നത് അല്ലെ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയും അത് തന്നെയാണ്. കാരണം എന്താ, ഏത് ഡ്രസ്സ് ഇടും, നമ്മളൊക്കെ എങ്ങനെയാണ് അല്ലെ? ഏത് ഡ്രസ്സ് ഇടും, ആരെയൊക്കെ കൊണ്ടുപോകും കൂടെ, എത്ര ദിവസത്തേക്ക് നമ്മളത് പ്ലാൻ ചെയ്യണം, അത് നമുക്ക് ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും അല്ലെ? അപ്പൊ ഏറ്റവും ആദ്യത്തെ നമ്മുടെ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഏറ്റവും ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു പ്രവർത്തനമാണ് ഈ പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പ്ലാനിങ് എന്താണുള്ളത് നീ അത് പറയണോ? ഓക്കെ ആണോ? ഓക്കെ. രണ്ടാമത്തതാണ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ? സംഘടിപ്പിക്കുക അല്ലെ? Then organizing consists of coordinating or allocating efforts, resources in order to execute its plan. ഈ പ്ലാൻ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി അതിന്റെ റിസോഴ്സസ് അല്ലെങ്കിൽ വിഭവങ്ങൾ ഏകോപിപ്പിക്കുക, അതോടൊപ്പം തന്നെ ആ ഫേമിലുള്ള ഓരോ ജീവനക്കാർക്കും അത് അലോക്കേറ്റ് ചെയ്ത് നൽകുക അല്ലെങ്കിൽ അനുവദിച്ചു നൽകുകയും ചെയ്യുന്നതിനെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സർവീസ് നടപ്പിലാക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ നമ്മൾ ആദ്യം അതിനെ കുറിച്ച് ആസൂത്രണം ചെയ്യും. ഇനി അത് എങ്ങനെ നമുക്ക് നടപ്പിലാക്കണം, അതിനുവേണ്ടി നമ്മുടെ ആ സ്ഥാപനത്തിൽ എന്തൊക്കെ റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങളുണ്ടോ അതുപോലെ ആ വിഭവങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സജ്ജീകരിച്ചു കൊണ്ടുവരികയും അത് ബന്ധപ്പെട്ട ഓരോ ജീവനക്കാർക്കും എന്ത് ചെയ്തു കൊടുക്കണം, അനുവദിച്ചു നൽകുകയും ചെയ്യുന്നതിനെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡെവലപ്പിംഗ് എ സ്ട്രക്ചർ ഫോർ പീപ്പിൾ, പൊസിഷൻസ്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുമായി ബന്ധപ്പെട്ട് അവരുടെ ആളുകളുടെ ഘടന അല്ലെങ്കിൽ അവരുടെ പൊസിഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ആ സ്ഥാപനത്തിൽ നടത്തേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരു ഘടന നിശ്ചയിക്കുക. ഇന്ന ആളുകൾ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കണം, ഇന്ന പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത്, ഇന്ന പൊസിഷനിൽ ഇന്ന ആളായിരിക്കണം ഇരിക്കേണ്ടത്, ഇന്ന ആളുകളായിരിക്കണം ഇതിൽ ഉൾപ്പെടേണ്ടത് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഘടന ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കണം അല്ലെ? അല്ലാതെ എല്ലാവരോടും പറയാം നിങ്ങളാണ് ചെയ്തോ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കൃത്യമായ ഒരു സ്ട്രക്ചർ വരുന്നുണ്ടോ? ഇല്ല. ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ആ ഗ്രൂപ്പിലുള്ള ഇപ്പൊ നമ്മളെ ടൂർ പോകുമ്പോൾ അത് എക്സാമ്പിൾ ആയിട്ട് പറയാം സർ. ടൂർ പോകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാ, ഒരാൾ വിചാരിച്ചാൽ മാത്രം ആ ടൂർ വിജയകരമാക്കാൻ പറ്റുമോ, സക്സസ്ഫുൾ ആക്കാൻ പറ്റുമോ? പറ്റുമോ? ഒരാൾ മാത്രം വിചാരിച്ചാല് അത് സക്സസ്ഫുൾ ആക്കാൻ പറ്റുമോ? ഇല്ല. അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യാ? ഓരോ റെസ്പോൺസിബിലിറ്റി ഓരോരുത്തർക്കായിട്ട് കൊടുക്കും അല്ലെ? ഇപ്പൊ വണ്ടി ബുക്ക് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരാൾ നോക്കുന്നു, ഫുഡിന്റെ കാര്യങ്ങൾ മറ്റൊരാൾ നോക്കുന്നു അല്ലെ? അങ്ങനെയല്ലേ ചെയ്യുന്നത്? അങ്ങനെയല്ലേ? ഇപ്പൊ ഒരു ഗ്രൂപ്പ് പോവുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുന്നു അല്ലെ? അപ്പൊ അതേപോലെ തന്നെ അതൊരു ഓർഗനൈസിങ് ആണ്. കൃത്യമായിട്ട് ഓരോ വിഭവങ്ങളും അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ നമ്മുടെ മണി ആണെങ്കിലും ഒരാൾ കളക്ട് ചെയ്യുന്നത് അല്ലെ, പൈസ കളക്ട് ചെയ്യുന്നത് ഒരാളായിരിക്കും, അത് കൃത്യമായ രീതിയിൽ ചിലവഴിക്കുന്നതും എഴുതി വെക്കുന്നതും മറ്റൊരാളായിരിക്കാം. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും അവർക്ക് ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ കൃത്യമായി ഓരോരുത്തർക്കും അതിൻ്റെതായ രീതിയിൽ അനുവദിച്ചു നൽകുക. അതുപോലെ തന്നെ ഒരു കൃത്യമായ സ്ട്രക്ചർ, അതായത് ഇന്ന ആള് ഇന്ന ഡ്യൂട്ടി ചെയ്യാം, ഇന്ന ആള് ഇന്ന ഡ്യൂട്ടി ചെയ്യാം എന്ന രീതിയിൽ ഒരു കൃത്യമായ ഘടന ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓർഗനൈസിങ് ഇപ്പൊ മനസ്സിലായോ?
ഓക്കെ അല്ലേ? എന്താണ് റിപ്ലൈ ചെയ്യാത്തെ? ക്ലിയർ ആയോ? അല്ലെങ്കിൽ ഒന്നുകൂടി പറയണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് സ്റ്റാഫിംഗ്. അവിടെ ജീവനക്കാരെ നിയമിക്കുക അല്ലെ? സ്റ്റാഫിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ റൈറ്റ് വർക്കർ വിത്ത് qualifications or experience and recruiting them to fill a job position or role. അപ്പൊ നമ്മുടെ ആദ്യം പ്ലാൻ ചെയ്തു, അതിനുശേഷം ഓർഗനൈസ് ചെയ്തു, അതിനുശേഷം എസ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫിംഗ് ആണ്. അതായത് ഇപ്പൊ ഒരു ജോബ് പൊസിഷൻ അല്ലെങ്കിൽ ഒരു റോള് വേക്കന്റ് ആയിട്ട് വന്നു, ഒരു വേക്കൻസി വന്നു അവിടെ അല്ലെ? ഇന്ന ജോബ് പൊസിഷൻ ആണ് വേക്കൻസി വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന റോൾ ചെയ്യാനുള്ള വേക്കൻസി ആണ് വന്നിരിക്കുന്നതെങ്കിൽ ആ വേക്കൻസിക്ക് അനുയോജ്യരായിട്ടുള്ള ശരിയായ വർക്കേഴ്സിനെ, വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഉചിതമായ യോഗ്യതയും എക്സ്പീരിയൻസും ഉള്ള ശരിയായ വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യുക അല്ലെങ്കിൽ നിയമിക്കുന്ന പ്രോസസ് ആണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു സ്ഥാപനം, ഒരു ഹോസ്പിറ്റലിൽ ഒരു റോള് അല്ലെങ്കിൽ ഒരു ജോബ് ചെയ്യാനായിട്ടുള്ള ഒരു പൊസിഷൻ വേക്കന്റ് ആയിട്ട് വന്നു, ഒരു വേക്കൻസി വന്നു എന്ന് വിചാരിക്കുക. ആ ഒരു വേക്കൻസിയിലേക്ക് ഏറ്റവും ശരിയായ വർക്കർ, അതായത് ആ ഒരു ജോലിക്ക് വേണ്ടതായിട്ടുള്ള യോഗ്യതയും അനുഭവ പരിചയം അല്ലെങ്കിൽ എക്സ്പീരിയൻസുമുള്ള ശരിയായ വർക്കറിനെ തിരഞ്ഞെടുത്ത് അവിടെ നിയമിക്കുക എന്നതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന പ്രക്രിയ. ഓക്കെ ആണോ? സ്റ്റാഫിംഗ് ക്ലിയർ ആണോ? ഇമ്പോർട്ടന്റ് ഭാഗമാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഡയറക്റ്റിംഗ്. എന്താണ് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഡയറക്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ദ മാനേജേഴ്സ് direct, guide and oversee the performance of the workers to attain goals already determined. ഇനി എന്താ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ? ഇവിടെ ഡയറക്ഷൻസ് കൊടുക്കുന്നത് ആരായിരിക്കും? മാനേജേഴ്സ് ആണ് അല്ലെ? നമ്മൾ ഏത് സ്ഥാപനത്തിലെ മാനേജേഴ്സിനെ നമുക്ക് ഡയറക്ഷൻസ് തരാം, നിർദ്ദേശങ്ങള് എങ്ങനെ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തണം അല്ലെ? എങ്ങനെ ഈ പറയുന്ന നമ്മൾ വിചാരിച്ചിരിക്കുന്ന ലക്ഷ്യങ്ങൾ എങ്ങനെ നമുക്ക് നിറവേറ്റണം, എങ്ങനെ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ അവിടുത്തെ വർക്കേഴ്സിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്? വർക്കേഴ്സ് നന്നായിട്ട് പെർഫോം ചെയ്താൽ മാത്രമേ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അവിടെ വർക്കേഴ്സിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്? ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അവിടുത്തെ വർക്കേഴ്സിന്റെ പെർഫോമൻസ് ലെവൽ, പ്രകടന നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്തുന്നു, അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു, അവരെ നയിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ആര് നയിക്കാണ്? മാനേജറാണ് അത് ചെയ്യുന്നത്. ആ സ്ഥാപനത്തിലെ മാനേജര് അവിടെയുള്ള ഓരോ വർക്കേഴ്സിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്നു, അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുന്നു, അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു, അവരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്നു. എന്തിനു വേണ്ടി? ആ ഉദ്ദേശിച്ച ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി. അതാണ് ഡയറക്റ്റിംഗ്. Okay, then directing should be the heart of the management process. ആ മാനേജ്മെന്റ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയിലെ ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയം എന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. അപ്പൊ ആവശ്യമായ നല്ല നിർദ്ദേശങ്ങളും ഗൈഡൻസും ഒക്കെ കൊടുത്താൽ മാത്രമേ ആ അവിടെയുള്ള ജീവനക്കാർ നന്നായിട്ട് പെർഫോം ചെയ്യുള്ളൂ. അപ്പൊ അതായതുകൊണ്ടാണ് ഇതിനെ ഹാർട്ട് എന്ന് പറയുന്നത്. ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഹാർട്ട് ആണ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ ആണോ? ഡയറക്റ്റിംഗ് ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് കോർഡിനേറ്റിംഗ്. Coordination is the unification, integration, synchronization of the efforts of group members so as to give unity of action in the pursuit of common goals. എന്താണ് ഒരു കോർഡിനേഷൻ എന്ന് പറഞ്ഞാല്? കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ യൂണിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ യൂണിഫിക്കേഷൻ? എന്താണ് ഒരു യൂണിഫിക്കേഷൻ? ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷൻ സംയോജനം അല്ലെ? ഏകീകരണം, സംയോജനം. ആൻഡ് സിങ്ക്രണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സമന്വയം. കേട്ടോ? അപ്പൊ ഇവിടെ ഒരു യൂണിഫിക്കേഷൻ, അതായത് എഫേർട്സ് ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഇപ്പൊ ഒരു സ്ഥാപനത്തില് ഒരു ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾ എങ്ങനെയായിരിക്കണം? കോർഡിനേറ്റ് ചെയ്ത് വേണം വർക്ക് ചെയ്യാനായിട്ട് അല്ലെ? ആണോ? അവരൊരു നല്ല രീതിയിലുള്ള ഒരു ഏകോപനത്തോടുകൂടി, സംയോജനത്തോടുകൂടി, അല്ലെങ്കിൽ സമന്വയത്തോടുകൂടി ഒരുമിച്ച് എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യുന്നതിലൂടെയാണ്, ആ ഒരു ഏകോപനത്തിലൂടെയാണ് നമുക്ക് ആ ഒരു കോമൺ ആയിട്ടുള്ള ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുന്നത്.
മനസ്സിലായോ? Then note the effort of group member so as to give unity of action in the pursuit of common goals. Common goals നേടിയെടുക്കുന്നതിന് അല്ലെങ്കിൽ അത് പിന്തുടരുന്നതിന് വേണ്ടി അവരുടെ ഒരു യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഐക്യത്തോടെ നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ അവിടെ എന്ത് നടക്കുള്ളൂ, ആ ഒരു ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനെയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? കോർഡിനേഷൻ ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് റിപ്പോർട്ടിംഗ്. എന്താണ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ? റിപ്പോർട്ടിംഗ് മീൻസ് ടു ദ ഫോർമൽ സിസ്റ്റം whereby relevant needed information is furnished to management with the help of reports continuously. നമുക്കൊരു റിപ്പോർട്ട്, റിപ്പോർട്ട് എന്തിനാണ് മാനേജ്മെന്റിലേക്ക് കൊടുക്കുന്നത്? എന്തിനാണ് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നത്? ഒരു മാനേജ്മെന്റിലേക്ക് നമുക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇതൊരു ഫോർമൽ സിസ്റ്റം ആണ് അല്ലെ, ഒരു ഔപചാരിക സംവിധാനമാണ്. അവിടെ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? തുടർച്ചയായിട്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകള് മാനേജ്മെന്റിലേക്ക് കൊടുക്കുന്നത് വഴി ആ മാനേജ്മെന്റിന് ആവശ്യമായ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ കൊടുക്കുക അല്ലെ, ആണോ? ആ മാനേജ്മെന്റിന് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എത്രത്തോളമായി അല്ലെ, ആ ലക്ഷ്യം നിറവേറ്റാറായോ, അവിടുത്തെ ജീവനക്കാർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ തുടർച്ചയായ ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ലേ? പറ്റുമോ? എന്താണ് ഒരു റിപ്പയർ ചെയ്യാതിരിക്കുന്നേ? റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ ഒരു ഫോർമൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഔപചാരിക സംവിധാനമാണ്. കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ കൊടുക്കുന്നതിന്റെ സഹായത്തോടു കൂടി ആ മാനേജ്മെന്റിന് ആവശ്യമായ ഇൻഫർമേഷൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇൻഫർമേഷൻസ് അവർക്ക് മനസ്സിലാവും. അതെ, അവർക്ക് ഓരോ പെർഫോമൻസും എങ്ങനെയാണ് ഓരോ ജീവനക്കാരുടെയും എത്രത്തോളം ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്ത് എത്രത്തോളം എത്തി നിൽക്കുന്നു അതുവരെയുള്ള കാര്യം തുടർച്ചയായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ അവർക്ക് ഇംപ്രൂവ്മെന്റ് ആവുന്ന ഏരിയാസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് റിപ്പോർട്ടിന്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നത് റിപ്പോർട്ട് ഈസ് ദ എസൻസ് ഓഫ് എനി മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏതൊരു മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെയും ഒരു എസൻസ് അല്ലെങ്കിൽ ഒരു പ്രാധാന്യമുള്ള ഇടമാണ്. അപ്പൊ ആ റിപ്പോർട്ടുകളിലൂടെയാണ് മീൻസ് ഓഫ് ചെക്കിംഗ് ദ പെർഫോമൻസ്, അവരുടെ ജീവനക്കാരുടെ പെർഫോമൻസ് എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടുള്ളൊരു അവസരം ഈ റിപ്പോർട്ടിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻ വഴി സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണോ റിപ്പോർട്ടിംഗ്? മനസ്സിലായോ എന്താണ് റിപ്പോർട്ടിംഗ് എന്നുള്ളത്? ഓക്കെ ആണോ? ഓക്കെ. ലാസ്റ്റ് വരുന്നതാണ് ബഡ്ജറ്റ്. നിങ്ങൾക്കറിയാലോ ബഡ്ജറ്റുകൾ തയ്യാറാക്കുക അല്ലെ. ബഡ്ജറ്റിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്ലാൻ ടു സ്പെൻഡ് മണി. എങ്ങനെ പണം ചിലവാക്കണം അല്ലെ, എങ്ങനെ പണം ചിലവാക്കണം എന്നതിനെ കുറിച്ച് ആസൂത്രണം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ബഡ്ജറ്റ് അല്ലെ. ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു കാര്യം എന്താണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകും. അപ്പൊ അതിനു വേണ്ടി നമ്മളൊരു ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പണം എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ എന്തിനു വേണ്ടിയൊക്കെ ചിലവാക്കണം എന്നതിനെ കുറിച്ചുള്ളൊരു ഡിസൈൻ അല്ലേ, ആ ഒരു പ്ലാൻ അല്ലേ ശരിക്കും ബഡ്ജറ്റ് എന്ന് പറയുന്നത്, ആണോ? എന്താണ് ഒന്നും ഇല്ലാത്തത്? അപ്പൊ നമ്മളൊരു എന്താണ് ഒരു പർച്ചേസിങ്ങിന് പോവാണ്, നമ്മൾക്കൊരു ബഡ്ജറ്റ് തയ്യാറാക്കില്ലേ? നമ്മള് ഇന്ന ഐറ്റം വാങ്ങാൻ ഇത്ര രൂപ ബഡ്ജറ്റ്, ഇന്ന ഐറ്റം വാങ്ങാൻ ഇത്ര രൂപ ബഡ്ജറ്റ്, അതിൽ കൂടാൻ പാടില്ല അല്ലെ, അതിൽ കുറച്ച് ചിലവാക്കാനാണ് നമ്മൾ ആ ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നത് ആണല്ലോ. അപ്പൊ അങ്ങനെ ഒരു സ്പെൻഡിങ് പ്ലാനിനെ വിളിക്കുന്ന പേരാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എത്രത്തോളം തുക നമ്മൾ ചിലവാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതെ അതിനനുസരിച്ച് നമ്മൾ ബഡ്ജറ്റുകൾ തയ്യാറാക്കും. ആ പ്ലാനിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. This making the spending plan allow you to decide in advance whether you will have enough money to do the things you require to do or would like to do. ഇങ്ങനെ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഈ സ്പെൻഡിങ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? അഡ്വാൻസ്ഡ് ആയിട്ട് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഒരു പർച്ചേസിങ്ങിന് പോവാണ്, അപ്പൊ നമ്മുടെ കയ്യിൽ 5000 രൂപയാണ് ഉള്ളത്.
അപ്പൊ നമ്മളൊരു ബഡ്ജറ്റ് തയ്യാറാക്കണം. ഇന്ന സാധനങ്ങളൊക്കെ നമുക്ക് വേണം. അപ്പൊ നമ്മൾ ഒരു ഏകദേശ കണക്കൊക്കെ വെച്ചാണ് ആ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുക അല്ലെ. പ്രോപ്പർ ആയിട്ടുള്ള ചിലപ്പോൾ കണക്കുകളും കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റില്ലായിരിക്കും. എന്നാലും ആ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ആ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ആവശ്യമായ തുക എന്റെ കയ്യിലുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റില്ലേ? പറ്റും അല്ലെ. ആ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി ഞാൻ ഒരു 5000 രൂപ കൊണ്ടുപോയാൽ എനിക്ക് ഈ പറയുന്ന സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ സാധിക്കുമോ? അതിനുള്ള പൈസ എന്റെ കയ്യിലുണ്ടോ? ഇനി ഇതിൽ കൂടുതൽ പൈസ എനിക്ക് വേണ്ടി വരുമോ എന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്പെൻഡിങ് പ്ലാൻ അല്ലെങ്കിൽ ബഡ്ജറ്റുകൾ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. മേക്ക് ദി സ്പെൻഡിങ് പ്ലാൻ allow you to decide in advance whether you will have enough money to do the things. ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ള പണമുണ്ടോ അല്ലെ? വുഡ് ലൈക്ക് ടു ഡു, അല്ലെങ്കിൽ അത് ചെയ്യാൻ ആവശ്യമായ പണം നമ്മുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ള മണി ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു തരുന്ന ഒരു പ്ലാൻ ആണ് ഈ സ്പെൻഡിങ് പ്ലാൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. Then budgeting is merely balancing expenses with income. നമ്മുടെ ഇൻകം അല്ലെ, എന്താണ് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്? നമ്മുടെ വരുമാനത്തിനനുസരിച്ച് നമുക്ക് എക്സ്പെൻസ് അല്ലെങ്കിൽ ചിലവുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, നമ്മുടെ വരുമാനത്തിനനുസരിച്ചുള്ള എക്സ്പെൻസ് അല്ലെങ്കിൽ ചിലവുകളല്ലേ ചെയ്യേണ്ടത്. അതിനനുസരിച്ച് ആ ഒരു എക്സ്പെൻസിനെയും ഈ ഇൻകത്തെയും ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രോസസ് ആണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ബഡ്ജറ്റുകൾ എപ്പോഴും തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഇൻകം എത്രത്തോളം ഉണ്ട്, നമ്മുടെ വരുമാനം എത്രത്തോളം ഉണ്ട്, അതിനനുസരിച്ച് എത്രത്തോളം ചിലവാക്കണം അല്ലെങ്കിൽ എത്രത്തോളം എക്സ്പെൻസ് വരുന്നുണ്ട് എന്ന കാര്യങ്ങളൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ ബഡ്ജറ്റിംഗ് സഹായിക്കുന്നുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഇതൊന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. Okay, thank you.